മരണത്തിന് തയ്യാറാകാനുള്ള ഇറാന്റെ ഭീഷണി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും അമേരിക്കൻ പ്രസിഡന്റിനും സുരക്ഷ ഇരട്ടിയാക്കി. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ അലി ഖംനായിയുടേതായ ഒരു പ്രസ്താവന ഇറാനിയൻ പത്രത്തിൽ പ്രാധാന്യമായി പ്രസിദ്ധീകരിച്ചത്. അതിൽ പറയുന്ന കാര്യം, നെതന്യാഹു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള 13 ഉന്നതരെ ആയത്തുള്ള അലി ഖംനായിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെടുമെന്നും അതിന് അവർ തയ്യാറായി നിൽക്കാനുമുള്ള ഒരു ഭീഷണിയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യ ഘട്ടത്തിൽ ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് അത് സമൂഹ മാധ്യമങ്ങൾ വഴിയും യൂറോപ്യൻ പത്രങ്ങൾ വഴിയും ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റിപ്പോർട്ടായിട്ട് പുറത്തു വന്നു. ഇതോടെയാണ് അമേരിക്കൻ കോൺഗ്രസിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇത്തരമൊരു ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് സുരക്ഷാ സംവിധാനം ഇരട്ടിയാക്കൽ അനിവാര്യമാണെന്നും ആ സംവിധാനത്തിന് ഗവൺമെൻറ് ഏത് തരത്തിലാണ് നടപടി സ്വീകരിച്ചത് എന്ന് പ്രതിപക്ഷ സംഘമടക്കം ആവശ്യപ്പെട്ടു. ഡെമോക്രാറ്റുകൾ അത് ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ്. അതോടുകൂടി തന്നെ അത് വലിയ ചർച്ചാ വിഷയമാകുകയും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അനാവശ്യമായിരിക്കുന്ന യാത്രകൾ, അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര മേഖലയിലാണെങ്കിലും അന്താരാഷ്ട്ര മേഖലയിലേക്കാണെങ്കിലും ഒഴിവാക്കുന്നതാണ് ഉചിതം എന്ന് അഭിപ്രായം, അല്ലെങ്കിൽ അതിൻ്റെ ഉപദേശക സമിതി ട്രംപിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് കാര്യം. 3 പ്രാവശ്യമെങ്കിലും നെതന്യാഹുവിൻ്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഹൂത്തികളാണെന്ന് പറയുന്നു. ഏതായിരുന്നാലും ആ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വീട്ടിലില്ലാത്തതിനാലാണ് രക്ഷപ്പെട്ടത് എന്നുള്ള വിവരവും ഇസ്രായേലിൻ്റെ ഭാഗത്ത് തന്നെ പുറത്തു വന്നതാണ്. കാര്യം അവർ പറയുന്ന കാര്യം, വീടിൻ്റെ സൈഡ് ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടന്നു. മിസൈൽ ആക്രമണമായിരുന്നു. സൈഡ് ഭാഗം തകരുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു ഡ്രൈവറോ അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന വ്യക്തിയോ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പരിക്കേറ്റു എന്ന റിപ്പോർട്ട് ആദ്യം വന്നു, പിന്നീട് മരണപ്പെട്ട് എന്നുള്ള റിപ്പോർട്ടും അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആക്രമണം ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് പുറത്ത് വന്നിരിക്കുന്ന വിവരം. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് 6 തവണയെങ്കിലും ഈ അടുത്ത കാലത്ത് വധശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു തവണ ഇലക്ഷൻ പ്രചരണ സമയത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലക്ക് വെച്ച വെടി ചെവിയിൽ കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നുള്ള വിവരം അന്ന് പുറത്തു വരികയും വധശ്രമം നടത്താൻ ശ്രമിച്ച വ്യക്തിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ആ സമയത്തിന് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇതിന് പിന്നിൽ ഇറാനാണെന്ന്. ഇറാൻ അതിന് പ്രതികരിക്കുകയും ചെയ്തു, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ, എന്നിട്ട് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന്. എന്നാൽ അന്വേഷണ റിപ്പോർട്ടുകളൊന്നും കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല, ലക്ഷ്യം കണ്ടിട്ടുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാന തെളിവായിരിക്കുന്ന പ്രതിയാണ്. ആ പ്രതിയെ വെടിവെച്ച് കൊന്നതോടുകൂടി ആരാണ് ഇതിനുള്ള അവസരം നൽകിയത്, ആരാണ് ആയുധം നൽകിയത് എന്നതിനെക്കുറിച്ച് ഒരു വിവരവും പുറത്ത് കിട്ടാതെ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും വിവരം ലഭിക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതുമാണ്. ഇപ്പോൾ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നു. ആ മാറ്റത്തിനനുസരിച്ചാണ് ആയത്തുള്ള അലി ഖംനായിയുടെ മരണാനന്തര ചടങ്ങ് അല്ലെങ്കിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തതിന് ശേഷം മേഖല ഏറെക്കുറെ ശാന്തമാകുമെന്നും വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അവസാനിക്കും എന്ന് ഏറെക്കുറെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇനി ഭാവിയിൽ ഉണ്ടാവില്ല എന്ന തരത്തിലായിരുന്നു. അത് ഇറാൻ്റെ ഭാഗത്തുനിന്നും ഏറെക്കുറെ ഔദ്യോഗികമല്ലെങ്കിലും അനൗദ്യോഗികപരമായ രീതിയിൽ മരണാനന്തര ചടങ്ങിന് ശേഷം ഒരു ശാന്തത കൈവരുത്താനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് ഏറെക്കുറെ അഭിപ്രായം വന്നതാണ്. പക്ഷേ സംഭവിച്ചത് 9-ാം തീയതിയാണ് ഖംനായിയെ ഇറാനിൽ അടക്കം ചെയ്യേണ്ടത്. 8-ാം തീയതി അദ്ദേഹത്തിൻ്റെ മൃതദേഹവും അനുബന്ധിച്ചുള്ള മരണാനന്തര ചടങ്ങുകളും നടക്കുന്നത് ഇറാഖിലാണ്. ഇറാഖിലെ തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരങ്ങളിൽ, പ്രത്യേകിച്ച് കർബലയിലാണ് 8-ാം തീയതി എന്നാണ് പറയപ്പെടുന്നത്. കർബലയിൽ നടക്കുന്ന ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവസാനത്തോടു കൂടി 9-ാം തീയതി കാലത്ത് ഇറാനിലെത്തിയിട്ട്
അടക്കം ചെയ്യുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അവസാനത്തെ അവരുടെ ആചാര ചടങ്ങ് തീരുന്നത്. എന്നാൽ ഇതിനിടയിൽ 8-ാം തീയതി എന്ത് ചെയ്തു? കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും എണ്ണക്കപ്പൽ ഓർമുസിൻ്റെ ഇറാനോട് ചേർന്നിട്ടുള്ള സമാന്തര പാതയിലൂടെ അറേബ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തി. ആ ശ്രമം ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് തടയുകയും കപ്പലിന് നേരെ മിസൈൽ പായിക്കുകയും ചെയ്തു. സൗദി അറേബ്യയുടെ കപ്പൽ മുങ്ങി എന്നുള്ള റിപ്പോർട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. പിന്നീട് അതേക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ഖത്തറിൻ്റെ കപ്പലിന് തീപിടിച്ചു, വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അത് ഒമാൻ്റെ തീരത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അന്ന് മൂന്ന് കപ്പലായിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ കപ്പലിനെ കുറിച്ചുള്ള ഒരു വിവരം ഇപ്പോഴും അജ്ഞാതമാണ്. ഒരു വിവരം ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടില്ല. ഇതാണ് ആ സാഹചര്യം. അപ്പോൾ അതോട് കൂടിയിട്ട് പിന്നീട് ഇറാൻ്റെ തിരിച്ചടിയാണ്. അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കുവൈത്തിനും ബഹ്റൈനും നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയതോടുകൂടി പിന്നീട് ഇറാൻ്റെ തിരിച്ചടിയാണ്. മാരക പ്രഹരമുള്ള തിരിച്ചടി. അതായത് യുദ്ധത്തോടനുബന്ധിച്ചുള്ള മറ്റ് പ്രതികരണങ്ങളുണ്ടായി. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാകുന്നു. വീണ്ടും അമേരിക്ക ആക്രമിക്കുന്നു, വീണ്ടും തിരിച്ചടി ഉണ്ടാകുന്നു. ഈ തരത്തിലേക്ക് ഒരു ബഹുമുഖ യുദ്ധ സംവിധാനം അവിടെ തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധരീതിക്ക് മുൻപിൽ യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ പതറിപ്പോയി. ആ യുദ്ധം ഇപ്പോഴും അവസാനിച്ചതില്ല. 9-ാം തീയതി അവർ പറയപ്പെട്ട കൃത്യസമയത്ത് തന്നെ ഖംനായിയെ അവരുടെ വിശുദ്ധമായിരിക്കുന്ന നഗരത്തിൽ അടക്കം ചെയ്യാൻ അവർക്ക് പറ്റി. ഏകദേശം നമുക്കറിയാം 2.5 കോടിയോളം ജനങ്ങൾ പങ്കെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ വിലാപ ചടങ്ങ് അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങാണ് ആയത്തുള്ള അലി ഖംനായിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നുള്ളത് ലോകം അംഗീകരിച്ചതാണ്. 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ള ദിവസങ്ങളെ നോക്കുന്ന സമയത്ത് 2.5 കോടിയോ അതിൽ കൂടുതലോ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 100ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ തരത്തിലാണ് യഥാർത്ഥത്തിൽ അവരുടെ ആചാര കർമ്മ ചടങ്ങുകളൊക്കെ പോയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. എന്നാൽ അതോടനുബന്ധിച്ച് പിന്നീട് അമേരിക്ക ഇത് ബഹിഷ്കരിക്കുന്നു. അമേരിക്ക കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു, തിരിച്ചാക്രമണം നടത്തുന്നു. ആ തരത്തിലേക്ക് പോയപ്പോൾ ഒരു സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ദൗത്യവും പരാജയപ്പെട്ടു. 11-ാം തീയതി ഒരു വിപുലമാക്കപ്പെട്ട ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഖത്തറിൻ്റെയും പാകിസ്ഥാൻ്റെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു വിപുലമായിരിക്കുന്ന സമാധാന കരാറായിരുന്നു, അല്ലെങ്കിൽ സമാധാന ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ദോഹയിൽ വെച്ചാണ് അത് തീരുമാനിച്ചത്. 9-ാം തീയതി ഖംനായിയെ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം ഈ ചടങ്ങ് നടത്തും എന്നാണ് തീരുമാനം. എന്നാൽ നടന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ഒരു കരാർ ലംഘിച്ചതോട് കൂടിയിട്ട് തങ്ങൾക്ക് ചർച്ചയോട് താല്പര്യമില്ലെന്നും അമേരിക്കയുമായിട്ട് ഇരിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് പിന്നീട് വന്നത്. അത് പ്രതിസന്ധി ഒന്നുകൂടി രൂക്ഷമാക്കുകയും അങ്ങനെയാണെങ്കിൽ തങ്ങളും ചർച്ചയ്ക്കില്ല എന്ന് അമേരിക്ക പറയുകയും ചെയ്തു. പിന്നീട് അത് യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങി. ഇപ്പം നടക്കുന്ന മാരകമായിരിക്കുന്ന യുദ്ധം, അടിയും അടിക്ക് തിരിച്ചടിയും എന്ന തരത്തിൽ ഇപ്പം നടക്കുന്ന യുദ്ധങ്ങളെല്ലാം യഥാർത്ഥത്തിൽ 8-ാം തീയതിയുള്ള അമേരിക്കയുടെ കരാർ ലംഘനത്തിൻ്റെ തുടർച്ചയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിനൊരു പരിഹാര രീതിയിലേക്ക് അല്ലെങ്കിൽ പരിഹാരമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നിലവിലെത്തിയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അത് എത്താനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമുസാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. 2 രാജ്യങ്ങളുടെയും, അത് അമേരിക്കയുടേതാണെങ്കിലും ഇറാൻ്റേതാണെങ്കിലും അമേരിക്കക്ക് അവരുടെ നിയന്ത്രണത്തിലേക്ക് ഇത് വരണമെന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് ഇത് വിട്ടു നൽകില്ല എന്നുള്ളതുമാണ്. രണ്ടും രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ സംവിധാന രംഗത്തെല്ലാം ഹോർമുസ് എന്ന് പറയുന്ന കടൽ വളരെ നിർണായകമായി മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഇതിൻ്റെ മേഖല അല്ലെങ്കിൽ ഇതിൻ്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവസാനിക്കാത്ത തരത്തിൽ സങ്കീർണമായിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. അതുകൊണ്ട് മധ്യസ്ഥർക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ്
ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നതരെ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ അടുത്തൊന്നും ഈ യുദ്ധത്തിന് എന്തെങ്കിലും ഒരു അയവ് വരാനുള്ള സാധ്യതയില്ല എന്നതുകൂടിയാണ്. മാത്രവുമല്ല, മുൻപ് ഒരു രാജ്യവും ഇത്തരം ഒരു ഭീഷണി നടത്തിയിട്ടില്ല എന്നൊരു പ്രത്യേകത ഉണ്ട്. അഥവാ ഇപ്പോഴത്തെ ഇറാൻ പറയുന്ന പോലെ അമേരിക്കയുടെ പ്രസിഡന്റിനെ വധിക്കും എന്ന് ഒരു മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലൊരു ഭീഷണി ഇതിന് മുൻപ് ഒരു രാജ്യവും നടത്തിയിട്ടില്ല എന്നതുകൂടി യഥാർത്ഥത്തിൽ ഇരു രാജ്യങ്ങളെയും വല്ലാത്ത രീതിയിൽ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.